നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു സ്ഥാപനത്തിന്റെ ഏതാണ്ടൊരു നൂറ്റാണ്ടിലേറെ നീണ്ട യാത്രയിലേക്കാണ് തോടാ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കേരള സംസ്ഥാന സഹകരണ ബാങ്ക്, അതായത് നമ്മളിന്ന് കേരള ബാങ്ക് എന്ന് വിളിക്കുന്ന സ്ഥാപനം. ആ, കേരള ബാങ്ക്. അതെ, നിങ്ങളുടെ കയ്യിലുള്ള ഈ രേഖകൾ വെച്ച് നോക്കുമ്പോൾ അതിന്റെ ചരിത്രം, ഘടനാപരമായ മാറ്റങ്ങൾ, പിന്നെ ഭരണപരമായ കാര്യങ്ങൾ, ഇതൊക്കെ നമുക്കൊന്ന് വിശദമായി നോക്കണം. ശരി. വെറുമൊരു ചരിത്രമല്ല, ഈ മാറ്റങ്ങളൊക്കെ എന്തിനായിരുന്നു, അതിന്റെ പ്രാധാന്യം എന്തായിരുന്നു, സഹകരണ മേഖലയെ ഇതെങ്ങനെ സ്വാധീനിച്ചു, അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോ നമുക്ക് തുടങ്ങാം, അല്ലേ? തീർച്ചയായും. ശരിക്കും പറഞ്ഞാൽ 1915 തിരുവിതാംകൂറിൽ വളരെ ചെറിയ രീതിയിൽ തുടങ്ങിയ ഒരു സംരംഭം അതെങ്ങനെയാണ് ഇന്ന് കേരളം മുഴുവൻ പടർന്നുകിടക്കുന്ന ഒരു വലിയ ബാങ്കിംഗ് ശൃംഖലയായി മാറിയത് എന്ന് നോക്കുന്നത് അത് രസകരമാണ്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റമെന്ന് പറയുന്നത് സംസ്ഥാനത്തെ ആ പഴയ ത്രിതല സഹകരണ വായ്പാഘടനയില്ലേ? 3 tier. അതെ, അതിനെ ദ്വിതല ഘടനയാക്കി 2 tier ആക്കി മാറ്റിയതാണ്. എന്തിനായിരുന്നു ഈ മാറ്റം? അതാണ് പ്രധാനം. അതെ, അതാണ് ചോദ്യം. ആ പഴയ ത്രിതല സംവിധാനം, അതായത് സംസ്ഥാന സഹകരണ ബാങ്ക്, പിന്നെ ജില്ലാ സഹകരണ ബാങ്കുകൾ, താഴെ പ്രാഥമിക സഹകരണ സംഘങ്ങൾ, ഇങ്ങനെ 3 തട്ടുകൾ. ശരിയാണ്. ഇതിന് അതിൻ്റേതായ ചില കാര്യക്ഷമതക്കുറവുകൾ ഉണ്ടായിരുന്നുവെന്ന് തോന്നുന്നു. പല തട്ടുകളിലെ മേൽനോട്ടം, ഒരുപക്ഷെ പലിശ നിരക്കുകളിലെ വ്യത്യാസം, ഭരണപരമായ ചില ബുദ്ധിമുട്ടുകൾ, അതെല്ലാം ഉണ്ടാവാം. അതിനൊരു പരിഹാരമായിട്ടാണ് കൂടുതൽ കാര്യക്ഷമമായ ഈ ദ്വിതല സംവിധാനം എന്ന ആശയം വരുന്നത്. എന്നാൽ അതിലേക്ക് എത്തുന്നതിനു മുൻപ് തുടക്കമൊന്ന് ഓർക്കണം. പറയൂ. 1914 ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് തിരുവിതാംകൂർ സഹകരണ സംഘം നിയമം പാസാക്കുന്നു. 1914. തൊട്ടടുത്ത വർഷം 1915 തിരുവനന്തപുരം സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക് രജിസ്റ്റർ ചെയ്തു. പിന്നെ 1916 ജനുവരിയിൽ പ്രവർത്തനം തുടങ്ങി. അപ്പോ അതാണ് തുടക്കം. അതെ, ഓർക്കണം, അന്ന് വെറും 1 ലക്ഷം രൂപയുടെ ഓഹരി മൂലധനം, പിന്നെ 16 സഹകരണ സംഘങ്ങൾ, 69 വ്യക്തികൾ, അത്രയുള്ളൂ അംഗങ്ങൾ. അതെ, ആലോചിച്ചു നോക്കൂ. അവിടെ നിന്നാണ് ഇന്നത്തെ കേരള ബാങ്കിന്റെ വളർച്ചയുടെ തുടക്കം. പടിപടിയായിട്ടായിരുന്നു ആ വളർച്ച. 1943 അത് തിരുവിതാംകൂർ സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്കായി. പിന്നെ സംസ്ഥാന പുനഃസംഘടനയുടെ ഭാഗമായി 1954 തിരുക്കൊച്ചി സംസ്ഥാന സഹകരണ ബാങ്ക് എന്നും പേരുമാറി. ശരി. അങ്ങനെ 1956 കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ ഇത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡായി. അതെ. സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളുടെ എല്ലാം നേതൃത്വം വഹിക്കുന്ന ഒരു അപ്പെക്സ് ബാങ്ക് എന്ന പദവിയോടെ. ഈ അപ്പെക്സ് പദവിക്ക് അന്ന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നിരിക്കണം, അല്ലേ? തീർച്ചയായും. സംസ്ഥാനത്തെ മറ്റു സഹകരണ ബാങ്കുകൾക്ക് സാമ്പത്തികവും ഭരണപരവുമായ മാർഗനിർദ്ദേശം നൽകുന്ന ഒരു കേന്ദ്ര സ്ഥാപനം, അതായിരുന്നു റോൾ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 1966 ജൂലൈയിൽ ഇതിനെ റിസർവ് ബാങ്ക് നിയമത്തിന്റെ 2ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയെന്നുള്ളതാണ്. ഷെഡ്യൂൾഡ് ബാങ്ക് സ്റ്റാറ്റസ്. അതെ, അതോടെ രാജ്യത്തെ ആദ്യത്തെ ഷെഡ്യൂൾഡ് അപ്പെക്സ് സഹകരണ ബാങ്കായി ഇത് മാറി. അതിന്റെ ഗുണമെന്തായിരുന്നു? ഷെഡ്യൂൾഡ് ബാങ്ക് ആകുമ്പോൾ RBIയിൽ നിന്ന് നേരിട്ട് സാമ്പത്തിക സഹായം, റീഫിനാൻസ് പോലുള്ളവ കിട്ടാൻ എളുപ്പമായി. പിന്നെ ബാങ്കിന്റെ വിശ്വാസ്യതയും കൂടും. ശരി. 1972 RBIയിൽ നിന്ന് ബാങ്കിംഗ് ലൈസൻസ് കൂടി കിട്ടി. അതോടെ പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലമായി. പിന്നെ റിസർവ് ബാങ്കിന്റെയും നബാർഡിന്റെയും നിയന്ത്രണങ്ങൾക്കനുസരിച്ചായി പ്രവർത്തനം. അങ്ങനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ വലിയ മാറ്റത്തിലേക്കെത്തുന്നത്, കേരള ബാങ്ക് രൂപീകരണം. അതെ, ആ ലയനം. ആ പഴയ ത്രിതല ഘടനയുടെ കാര്യക്ഷമതയില്ലായ്മ പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. അങ്ങനെ 13 ജില്ലാ സഹകരണ ബാങ്കുകളെ സംസ്ഥാന സഹകരണ ബാങ്കിൽ ലയിപ്പിക്കാൻ തീരുമാനമെടുത്തു. മലപ്പുറം ജില്ലാ ബാങ്ക് ആദ്യം കുറച്ച് വിട്ടുനിന്നു, അല്ലേ? അതെ, തുടക്കത്തിൽ മലപ്പുറം ഇല്ലായിരുന്നു. പക്ഷേ പിന്നീട് അവരും ലയിച്ചും. RBIയുടെ അനുമതിയൊക്കെ കിട്ടി. 2019 നവംബർ 29 ഈ ലയനം നടപ്പിലായി. അതെ, അപ്പോ കേരള ബാങ്ക് എന്ന പേരിൽ പ്രവർത്തനം തുടങ്ങി. ഒറ്റ സ്ഥാപനമായി. അതെ. ഇതോടെ സംസ്ഥാന സഹകരണ ബാങ്കും 14 ജില്ലാ സഹകരണ ബാങ്കുകളും ഒന്നായി. ഇപ്പോ സംസ്ഥാന തലത്തിൽ കേരള ബാങ്കും പ്രാദേശിക തലത്തിൽ പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങൾ, അതായത് പാക്സ്, പിന്നെ അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾ, UCBs, ഇവ ഉൾപ്പെടുന്ന ഒരു ദ്വിതല ഘടനയാണ് നിലവിൽ വന്നത്. എത്ര പാക്സ് ഉണ്ട് ഇപ്പോൾ ഏകദേശം?
നിലവിൽ ഏകദേശം 1630 പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങളും ഒരു 58 അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളും കേരള ബാങ്കിൽ അംഗങ്ങളാണ്. ഓഹോ, 14 ജില്ലകളിലുമായി 823 ശാഖകളും പ്രവർത്തിക്കുന്നുണ്ടിപ്പോൾ. വലിയൊരു നെറ്റ്വർക്ക് തന്നെ. അതെ, ഈ ലയനം വന്നതോടെ ഭരണപരമായ കാര്യങ്ങളിലും ഒരു ഏകീകരണം വന്നു. ഒരു പൊതുവായ ഭരണസമിതി, പൊതുവായ നയങ്ങൾ, അങ്ങനെയൊരു രീതിയിലേക്ക് മാറി. ഇത് നിങ്ങൾക്ക്, അതായത് ഉപഭോക്താക്കൾക്കും അംഗങ്ങൾക്കും സേവനങ്ങളിൽ കൂടുതലൊരു ഐക്യരൂപം നൽകാൻ സഹായിക്കും എന്നാണ് കരുതുന്നത്. അപ്പോ ശരിയാണ്, ഒരു നൂറ്റാണ്ടിലേറെ എടുത്തൊരു പരിണാമയാത്ര ചിതറിക്കിടന്ന ജില്ലാതല സംവിധാനങ്ങളെ ഒരു കുടക്കീഴിലാക്കി കൂടുതൽ കാര്യക്ഷമവും ശക്തവുമായ ഒരു ബാങ്കിംഗ് സംവിധാനം ഉണ്ടാക്കുക എന്നതായിരുന്നു ലക്ഷ്യം. അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം. അതെ, സംസ്ഥാനത്തുടനീളം ഒരേ നയങ്ങൾ, ഒരേ സേവനങ്ങൾ. അതൊരു വലിയ മാറ്റം തന്നെയാണ്. തീർച്ചയായും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സംസ്ഥാന തലത്തിലുള്ള ഏകോപനവും അതേസമയം പ്രാദേശിക തലത്തിൽ PACS, UCBs വഴിയുള്ള ആ ജനകീയ ബന്ധവും, ഇവ രണ്ടും ഒരുമിപ്പിക്കാനാണ് ഈ പുതിയ ഘടന ശ്രമിക്കുന്നത്. ശരിയാണ്. ഇനി നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ പുതിയ ഏകീകൃത ഘടന പഴയ ആ ത്രിതല സംവിധാനത്തെ അപേക്ഷിച്ച് സാധാരണക്കാരന് സാമ്പത്തിക സേവനങ്ങൾ എത്തിക്കുന്നതില്, ഫിനാൻഷ്യൽ ഇൻക്ലൂഷനില് എത്രത്തോളം ഫലപ്രദമാകും? പ്രാദേശിക ആവശ്യങ്ങളോട് പ്രതികരിക്കാനുള്ള അതിന്റെ കഴിവ്, അത് മുമ്പത്തേക്കാൾ കൂടുമോ അതോ കുറയുമോ? ഇതൊരു ചിന്തിക്കേണ്ട വിഷയമാണ്.